ഇനി നമുക്ക് എറണാകുളത്തേക്ക് പോകാം. ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് അവിടെ നിന്നും ചേരുന്നുണ്ട്. ഉമേഷ്, ഈ 14-ൽ 5 മാത്രം LDF തുണച്ച ഒരു ജില്ലയാണ് 2021 എറണാകുളം എന്ന് പറയുന്നത്. പക്ഷേ 9 UDF തുണച്ചുവെങ്കിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ രീതിയിലെ മാറ്റം LDF അനുകൂലമായി ഉണ്ടാവുകയും LDF വലിയ മേൽക്കൈ നേടാവുന്ന പല മണ്ഡലങ്ങൾ കൂടിയുണ്ട് UDF പക്കൽ നിന്നും പിടിച്ചു വാങ്ങാൻ. മാത്രമല്ല, ഈ പെരുമ്പാവൂർ പോലുള്ള സ്ഥലങ്ങളിലുള്ള വലിയ തർക്കങ്ങൾ, അവിടെ നിലവിലത്തെ MLAക്ക് സീറ്റ് നൽകാത്തതുമൊക്കെയായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആഭ്യന്തര സംഘർഷങ്ങൾ UDFിലേത് ഉപയോഗിക്കാനാകും എന്നാണ് LDF കരുതുന്നത്. എങ്ങനെയാണ് ആകെ ചിത്രം? ആദ്യം വോട്ടെണ്ണൽ കേന്ദ്രത്തിൻ്റെ വിവരങ്ങളിലേക്ക് പോയാൽ. അജിം ഷാദ്, എറണാകുളം ജില്ലയെ സംബന്ധിച്ച് പൊതുവെ UDF മേൽക്കൈയുള്ള ജില്ല എന്നാണ് പൊതുവിൽ അവർ അവകാശപ്പെടുന്നത്. അതിന് കാരണം ഇപ്പോൾ അജിം ഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2021 തെരഞ്ഞെടുപ്പിൽ ഇടത് തരംഗം ആഞ്ഞടിച്ചപ്പോഴും 9 സീറ്റ് വരെ നേടി ഒരു ഇടത് ഒപ്പം നിൽക്കാൻ കഴിഞ്ഞ, അല്ലെങ്കിൽ UDFനൊപ്പം ജനങ്ങൾ നിന്ന ഒരു ജില്ല കൂടിയാണ് എറണാകുളം. അതുകൊണ്ട് 14 മണ്ഡലങ്ങളിൽ 9 UDFനും 5 LDFും ആ തരത്തിലായിരുന്നു. പക്ഷേ 5 LDF എന്ന് പറയുമ്പോൾ അന്ന് വലിയ മുന്നേറ്റം ഉണ്ടായി. UDF കൈവിട്ടു പോകും എന്ന് കരുതാത്ത പല മണ്ഡലങ്ങൾ, കളമശ്ശേരി അടക്കമുള്ള മണ്ഡലങ്ങൾ, പി രാജീവ് അടക്കം അവിടെ ജയിച്ചു കയറി. പിന്നീട് അദ്ദേഹം മന്ത്രിയാവുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ എറണാകുളത്ത് അന്ന് പ്രകടമായതാണ്. അതേ നില തന്നെ ഇനിയും തുടരും എന്നുള്ളത് തന്നെയാണ് LDF ഉറച്ചു വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ 5 എന്നുള്ളതിൽ നിന്ന് കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് ജയിച്ചു കയറാൻ കഴിയും എന്ന് തന്നെയാണ് കരുതുന്നത്. അതിനിപ്പോൾ അജിം ഷാ സൂചിപ്പിച്ചതുപോലെ പെരുമ്പാവൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ കലാപം അന്നുണ്ടായതാണ്. പെരുമ്പാവൂരിൽ സിറ്റിംഗ് MLA എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് നിഷേധിച്ചത് വലിയ പൊട്ടിത്തെറിക്ക് അവിടെ ഇടയാക്കിയിരുന്നു. കുന്നപ്പള്ളി തന്നെ സ്വതന്ത്രമായി മത്സരിക്കുമെന്നൊക്കെ ആദ്യഘട്ടത്തിൽ പറഞ്ഞെങ്കിലും പിന്നീട് അത് ഒതുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ എത്തി. പക്ഷേ കാലുവാരുമോ എന്നുള്ള വലിയ ആശങ്ക പെരുമ്പാവൂർ മണ്ഡലത്തെ സംബന്ധിച്ച് UDFനുണ്ട്, കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അത് പെരുമ്പാവൂരിൽ മാത്രമല്ല, മറ്റ് പലയിടങ്ങളിലും അത്തരം കാലുവാരലുകൾ ഉണ്ടാകുമോ എന്നുള്ള ഭയം അവർക്കുണ്ട്. അപ്പോൾ ഈ 9-ൽ തന്നെ നിൽക്കാൻ കഴിയുമോ എന്നുള്ള ഭീതി UDFനുണ്ട്. പക്ഷേ അവർ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. സംസ്ഥാന എറണാകുളം പറവൂർ MLAക്കുള്ളത്. കാരണം പറവൂരിൽ തന്നെ അദ്ദേഹത്തിൻ്റെ നില പരുങ്ങലിലാണ് എന്നൊക്കെയുള്ള സ്റ്റഡീസ് ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞത് ഈ എറണാകുളം ഉൾപ്പെടെ ചില ജില്ലകളിൽ തുടച്ചു നീക്കും 43 സീറ്റുകൾ വരെ UDF പ്രതീക്ഷിക്കുന്നു എന്നൊക്കെയുള്ളതാണ്. അത് കേവലം അവകാശവാദം മാത്രമാണ് കണക്കുകൾ നോക്കുമ്പോൾ. ടൈസൺ മാസ്റ്ററുടെ സ്ഥാനാർത്ഥിത്തോടു കൂടി VD സതീശൻ പോലും പരുങ്ങലിലാകുന്ന ചിത്രം നമ്മൾ കണ്ടതാണ് പ്രചാരണ വേളയിൽ, അല്ലേ? അജിം ഷാദ്, അങ്ങനെയാണ്. ഈ VD സതീശൻ്റെ വരെ നില അത്ര ഭദ്രമല്ല എന്നുള്ളതാണ് ഈ പ്രചാരണ രംഗം വീക്ഷിക്കുമ്പോൾ നമുക്ക് അന്ന് ബോധ്യപ്പെട്ടത്. കാരണം വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി, ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി അവിടെ വരികയാണ്. കയ്പമംഗലം സിറ്റിംഗ് MLA ആയ ET ടൈസൺ മാസ്റ്ററാണ് പറവൂർ പിടിച്ചെടുക്കാൻ വേണ്ടി ഇടതുമുന്നണി അവിടെ രംഗത്തിറക്കിയത്. അതുകൊണ്ട് അദ്ദേഹം ഈ പ്രചാരണ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വളരെ ആദ്യമേ മണ്ഡലത്തിൽ സജീവമായി പ്രചാരണ രംഗത്തുണ്ടായിരുന്ന ഒരാളാണ് ET ടൈസൺ മാസ്റ്റർ. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ വരെ നില ഭദ്രമല്ലാത്തൊരു സാഹചര്യം എറണാകുളം ജില്ലയിലുണ്ട്. അത് മറ്റ് മണ്ഡലങ്ങളിലേക്കും ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ ബാധിക്കുമോ എന്നുള്ള ആശങ്ക പൊതുവിൽ UDFനുണ്ട്. ഏതായാലും ഈ വോട്ടെണ്ണുന്ന സമയത്ത് ആദ്യം എണ്ണിത്തീരുക കോതമംഗലം, കുന്നത്തുനാട് മണ്ഡലങ്ങളാണ്. കുന്നത്തുനാടൊക്കെ വലിയ ശക്തമായ പോരാട്ടം നടക്കുന്ന സ്ഥലമാണ്. 2020 ഒക്കെ വലിയ സ്വാധീനമുണ്ട് എന്ന് അവകാശപ്പെട്ടിരുന്ന സ്ഥലമാണ്. പക്ഷേ പഴയ 2020 അല്ല, ഇപ്പോൾ NDAയുടെ ഭാഗമാണ്. അതുകൊണ്ട് 2020ക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റു മുന്നണികൾ കരുതുന്നത്. ഏതായാലും കുന്നത്തുനാട്ടിലെയൊക്കെ ഫലം അധികം ഈ എണ്ണി തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കും. 14 റൗണ്ട് കൊണ്ട് 223 ബൂത്തുകൾ അവിടെ എണ്ണിത്തീരും. കോതമംഗലത്തും സമാനമായ രീതിയിലാണ് 191 ബൂത്തുകളാണ്. 14 റൗണ്ട് കൊണ്ട് കോതമംഗലത്തെയും എണ്ണിത്തീരും എന്നുള്ളതാണ്. മറ്റ് പെരുമ്പാവൂർ, അങ്കമാലി, മൂവാറ്റുപുഴ, എറണാകുളം, പിറവം ഇവിടെയെല്ലാം 15 റൗണ്ടുകൾ വീതമാണ് വോട്ടെണ്ണുക. അപ്പോൾ കോതമംഗലത്തിനും കുന്നത്താണ്ടിനും പിറകെ ഇവിടുത്തെ വോട്ടെണ്ണൽ തീരും. പിന്നീട് വൈപ്പിനാണ് 16 റൗണ്ടുണ്ട്. അതിനുശേഷമാണ് കളമശ്ശേരി, പറവൂർ മണ്ഡലങ്ങൾ എണ്ണിത്തീരുക. പ്രതിപക്ഷ നേതാവ് VD സതീശനും കളമശ്ശേരിയിൽ LDF സ്ഥാനാർത്ഥി പി രാജീവ് അടക്കം മത്സരിക്കുന്ന ഈ 2 മണ്ഡലങ്ങളിൽ 16 റൗണ്ടുണ്ട്. അതിനുശേഷം മാത്രമേ മറ്റ് പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, ഇപ്പോൾ തൃക്കാക്കര, കൊച്ചിയൊക്കെ 18, 19 റൗണ്ടുണ്ട്. ആലുവയിൽ 20 റൗണ്ടുണ്ട്. ഏറ്റവും ഉദ്വേഗജനകമായ മത്സരം നടക്കുന്ന, ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന തൃപ്പൂണിത്തുറയാണ് ഏറ്റവും ഒടുവിൽ
എണ്ണിത്തീരുക എന്നുള്ളതാണ്. അവിടെ 294 ബൂത്തുണ്ട്. അവിടുത്തെ ഫലമറിയാൻ 23 റൗണ്ടുകൾ എണ്ണിത്തീരണം എന്നുള്ളതാണ്. കഴിഞ്ഞ തവണയും തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ വളരെ ശക്തമായ പോരാട്ടമാണ് നടന്നത്. വളരെ ഫോട്ടോ ഫിനിഷിലേക്കാണ് പോയത്. ഏറ്റവും ഒടുവിൽ 993 വോട്ടുകൾക്ക് മാത്രമാണെന്ന് ബാബു, UDF-ലെ ബാബു വിജയിച്ചത്. അപ്പോൾ അവിടെ ഫലം പ്രവചനാതീതമാണ്. ഇടതുമുന്നണി വലിയ പ്രതീക്ഷ അവിടെ വെക്കുന്നുണ്ട്. കാരണം എം സ്വരാജ് തീർച്ചയായും കോതമംഗലം, കളമശ്ശേരി, കൊച്ചി, വൈപ്പിൻ എന്നിവയ്ക്കപ്പുറത്തേക്കും വലിയ പ്രതീക്ഷകൾ LDF-നെ സംബന്ധിച്ചുകൊണ്ട്